നമസ്കാരം, മണി മാജിക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഈ എപ്പിസോഡിൽ പറയുന്നത് ചെറിയ വരുമാനമുള്ളവർക്ക് എങ്ങനെ ഫലപ്രദമായി നിക്ഷേപിക്കാം എന്നുള്ളതാണ്. ഈ ചെറിയ വരുമാനം എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം, 300, 400 അല്ലെങ്കിൽ 600 ആ റേഞ്ചിൽ വരുമാനമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ പലതരം നിക്ഷേപ മാർഗങ്ങളിൽ നമുക്ക് ഫലപ്രദമായി നിക്ഷേപിക്കാം എന്ന് പലർക്കും ഒരു ആശങ്ക തോന്നുന്നതാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം മിക്കവാറും പണമായിട്ടായിരിക്കാം കയ്യിലേക്ക് കിട്ടുന്നത്. ഇത് കയ്യിലിരുന്ന് തന്നെ വളരെ പെട്ടെന്ന് ചിലവായി പോകുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മൾ കാണുന്നുണ്ട്. ഇങ്ങനെയുള്ളവർ അവരുടെ കയ്യിലുള്ള പണം തീർച്ചയായിട്ടും ഒരു ബാങ്ക് അക്കൗണ്ടിൽ ആദ്യം നിക്ഷേപിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ശരിക്കും പറഞ്ഞാൽ 2 ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. ഒരു ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം നമ്മൾ നിക്ഷേപിക്കുകയും ഇനി ചെലവിനുള്ള പണം മറ്റൊരു ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റി സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, ഒന്നാമതേ പണം വളരെ കുറവാണ് നമുക്ക് ചിലവഴിക്കാൻ. അപ്പോൾ ഒരു മാസത്തെ ചിലവിനുള്ള തുക മറ്റൊരു ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഫലപ്രദമായി ചിലവഴിക്കാൻ പറ്റും. ഇങ്ങനെ ചെയ്യണമെങ്കിൽ ആദ്യം ഇവർ വരവ് ചിലവ് കണക്കുകൾ കൃത്യമായി എഴുതി സൂക്ഷിക്കുന്ന ഒരു ശീലം ഉണ്ടാക്കേണ്ടത് അത്യാവശ്യമാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഏതൊക്കെ തരത്തിലുള്ള എക്സ്പെൻസുകളാണ് ആവശ്യമില്ലാത്തത്. അത്തരത്തിലുള്ള എക്സ്പെൻസുകളെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നു. എന്നിട്ട് ആ പണം കൂടെ നമുക്ക് ഇത്തരത്തിൽ ഫലപ്രദമായ രീതിയിൽ നിക്ഷേപിക്കാം. അപ്പോൾ എത്തരത്തിലുള്ള എക്സ്പെൻസുകളാണ് നമ്മൾ ഇതുപോലെ ഒഴിവാക്കേണ്ടതെന്ന് ചോദിച്ചാൽ, പലർക്കും പല ആവശ്യമില്ലാത്ത ചില ശീലങ്ങൾ കാണാം. നമുക്കറിയാം ഇത്തരത്തിലുള്ള ആൾക്കാർ കൂടുതലായിട്ട് ലോട്ടറി എടുക്കുക, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ദുശീലങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലവഴിക്കുന്നത് കാണാം. ലോട്ടറി എന്ന് പറഞ്ഞാൽ അത് വല്ലപ്പോഴും അടിച്ചെങ്കിലേ ഉള്ളൂ. ഭൂരിഭാഗം ആൾക്കാരും ലോട്ടറിക്ക് വേണ്ടിയിട്ടൊക്കെ പണം വെറുതെ വേസ്റ്റാക്കി കളയുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ നഷ്ടപ്പെടുത്തുന്ന പണം നമ്മൾ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരവ് ചിലവ് എഴുതി സൂക്ഷിക്കുന്നത്. ഇങ്ങനെ എഴുതി സൂക്ഷിച്ച ശേഷം ആവശ്യമില്ലാത്ത ചിലവുകളെ നമ്മൾ വളരെ കൃത്യമായി ഒഴിവാക്കി മിച്ചമുള്ള തുക ഇതുപോലൊരു ബാങ്ക് അക്കൗണ്ടിൽ സൂക്ഷിക്കുന്നു. ഈ ബാങ്ക് അക്കൗണ്ടിൽ സൂക്ഷിച്ച തുക, ഞാൻ ഇതിനു മുമ്പ് ഉള്ള എപ്പിസോഡിൽ ഒരു എമർജൻസി ഫണ്ടിനെ പറ്റി പറഞ്ഞു, അതുപോലൊരു എമൗണ്ട് നമ്മൾ എപ്പോഴും വെക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം ഈ സ്കിൽ വർക്കേഴ്സ്, അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അപകടം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഏതെങ്കിലും ഒരു പണിക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ അത്തരം ദിവസങ്ങളിലെ ചിലവുകൾ നോക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനൊരു ഫണ്ട് സ്വരൂപിക്കുകയാണെങ്കിൽ ഇവരെ സംബന്ധിച്ച് വളരെ ഫലപ്രദമായിട്ട് ഇത് വിനിയോഗിക്കാൻ കഴിയും. ഇത്തരത്തിലൊരു അക്കൗണ്ടിൽ ഈ ബാങ്ക് അക്കൗണ്ടിൽ ശരിക്കും പറഞ്ഞാൽ ആ ബാങ്ക് അക്കൗണ്ടിന് ATM കാർഡ് പോലും ഉണ്ടാവാൻ പാടില്ല. കാരണം ATM കാർഡ് ഉണ്ടെങ്കിൽ നമ്മൾ ആവശ്യത്തിന് ചിലവഴിച്ച് ആ പണം വളരെ പെട്ടെന്ന് തന്നെ തീർക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ 2 ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കുക. 2 ബാങ്ക് അക്കൗണ്ടിൽ ഒരു ബാങ്ക് അക്കൗണ്ടിൽ വരുന്ന എമൗണ്ട് മുഴുവൻ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുക, ചിലവിനുള്ള തുക മറ്റൊരു ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റുക, അതവിടുന്ന് ഫലപ്രദമായി വിനിയോഗിക്കുക. കേൾക്കുമ്പോൾ ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടായി തോന്നുമെങ്കിലും നമ്മൾ കയ്യിലൊരു പണം ഒരു എമൗണ്ട് കോർപ്പസ് ആയിട്ട് ഉണ്ടാക്കി എടുത്തു കഴിയുമ്പോൾ അത് നമുക്ക് നൽകുന്ന ഒരു കോൺഫിഡൻസ് വളരെയധികമാണ്. ഇനി മറ്റൊരു കാര്യം, ഈ എക്സ്പെൻസ് കട്ട് ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന തുക ഫലപ്രദമായി ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് നമുക്കറിയാവുന്ന നിക്ഷേപ മാർഗ്ഗങ്ങൾ, ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ ഇവിടെ എല്ലാവരും ചിട്ടികളിലോ അത്തരത്തിൽ മാർഗ്ഗങ്ങളിലാണ് കൂടുതലും ഇതുപോലുള്ള പണം നിക്ഷേപിക്കുന്നത്. ചിട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞു, ഇതൊരു കൃത്യമായ ഇൻവെസ്റ്റ്മെൻറ്റ് രീതിയല്ല, ഒരു ക്യാഷ് അറേഞ്ച് ചെയ്യുന്നൊരു രീതി മാത്രമാണ് ചിട്ടി എന്നുള്ളത്. പെട്ടെന്നൊരാവശ്യത്തിന് ചിട്ടി വിളിച്ചെടുക്കാം എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇത്തരത്തിൽ നമുക്കതിനെ ഒരു നിക്ഷേപ മാർഗ്ഗമാക്കി പണത്തെ വളർത്തിയെടുത്ത് ഒരു കോർപ്പസ് ഫണ്ട് ഉണ്ടാക്കി എടുക്കുക എന്നുള്ള രീതിയിൽ ചിട്ടി ഫലപ്രദമല്ല. അപ്പോൾ അത്തരത്തിൽ മറ്റ് നിക്ഷേപ മാർഗ്ഗങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത്. വളരെ 100 രൂപ കൊണ്ട് പോലും നമുക്ക് മ്യൂച്വൽ ഫണ്ട് പോലെയുള്ള നിക്ഷേപ മാർഗ്ഗങ്ങൾ നമുക്ക് നിക്ഷേപിക്കാൻ പറ്റും. അപ്പോൾ അത്തരത്തിൽ ഫലപ്രദമായ നിക്ഷേപ മാർഗ്ഗങ്ങളെ കണ്ടെത്തി അതിനകത്ത് ചെറിയ എമൗണ്ട് ആണെങ്കിലും നിക്ഷേപിക്കുക എന്നുള്ളതാണ്. ഇനി എമർജൻസി ഫണ്ടിനെ പറ്റി ഞാൻ പറഞ്ഞു. ഒരു മാസത്തേക്കെങ്കിലും എമർജൻസി ഫണ്ട് നമ്മൾ സ്വരൂപിച്ച് വെച്ചാൽ നമുക്ക് അത് നൽകുന്ന ഒരു കോൺഫിഡൻസ് വളരെയധികമാണ്. അങ്ങനെ 2-3 മാസത്തെ ആയിക്കഴിഞ്ഞ ശേഷമാണ് നമ്മളിതുപോലെ നിക്ഷേപ മാർഗ്ഗങ്ങളിലേക്ക് കടക്കേണ്ടത്. ഇനി മറ്റൊന്ന് ചെയ്യാവുന്നത് നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. വളരെ കുറഞ്ഞ വരുമാനമുള്ള ജോലിയിൽ നിന്ന് കൂടിയ വരുമാനമുള്ള ജോലിയിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതിന് ചിലപ്പോൾ ചില കോഴ്സുകൾ കൊണ്ട് നമുക്ക് പറ്റുമായിരിക്കാം, അല്ലെങ്കിൽ നിലവിലുള്ള എന്തെങ്കിലും സാഹചര്യങ്ങൾ, പുതിയ മെഷീനറി അത്തരത്തിലുള്ള എന്തെങ്കിലും ഉപയോഗിച്ചാൽ ചിലപ്പോൾ ഒരുപക്ഷെ നമുക്ക് വരുമാനം കൂടുതൽ കിട്ടുമായിരിക്കാം. അത്തരത്തിൽ മെക്കനൈസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും സ്കില്ല് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ചിലർക്ക് ഇപ്പോൾ കമ്പ്യൂട്ടർ കോഴ്സുകൾ പോലുള്ള ചില അത്തരം വാല്യൂ അഡീഷൻ ആയിട്ടുള്ള കോഴ്സുകൾ ചെയ്താൽ ഒരുപക്ഷെ നല്ലൊരു ജോലി കിട്ടിയേക്കാം. അത്തരത്തിൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ചില മാർഗ്ഗങ്ങളിലേക്ക് നമ്മൾ കടക്കേണ്ടതാണ്. ഇനി ഇത്തരത്തിൽ എങ്ങനെ നിക്ഷേപിക്കണമെന്ന് പലർക്കും ഇവർക്ക് അറിവുണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ അത്തരത്തിൽ എങ്ങനെ നിക്ഷേപിക്കാം എന്ന്
ഒരു ഫിനാൻഷ്യൽ പ്ലാനറുടെയോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അഡ്വൈസറിൻ്റെയോ ഒരു ചെറിയ സഹായം, അല്ലെങ്കിൽ ഇതുപോലെ ഈ കാര്യങ്ങൾ വളരെ കൃത്യമായി അറിയാവുന്ന ഒരു സുഹൃത്തുക്കളുടെ സഹായത്തോടുകൂടി ഇത്തരത്തിൽ നല്ല അസറ്റ് ക്ലാസ്സുകൾ കണ്ടെത്തി അതിനകത്ത് കണ്ടിന്യൂസ് ആയിട്ട് നിക്ഷേപിച്ചാൽ ചെറിയ എമൗണ്ട് ആണെങ്കിലും ഒരു കുറേ കാലം കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു കോർപ്പസ് ഉണ്ടാക്കി എടുക്കാൻ കഴിയും. ഇനി മറ്റൊന്ന്, ഇവരുടെ ഒരു മൈൻഡ് സെറ്റാണ്. നമുക്ക് പണം കുറവാണ് എന്നുള്ളൊരു മൈൻഡ് സെറ്റ് മാറ്റി നമുക്ക് കൂടുതൽ കാലം കൊണ്ട് നല്ലൊരു കോർപ്പസ് ഉണ്ടാക്കി എടുക്കാം എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ ചെറിയ എമൗണ്ട് നിക്ഷേപിച്ച് നമുക്ക് 10-15 വർഷം കൊണ്ട് നല്ലൊരു എമൗണ്ട് എടുക്കാൻ പറ്റും.